വാ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. സെക്സ് എഡ്യൂക്കേഷൻ, അതായത് ഓരോ ഏജിലും പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓരോന്നിനെയും കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള അവസരങ്ങളും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഹായ്, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഗോവയിലെ 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ഒക്കെ ആയി. ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല കഴിയുന്നില്ല. അപ്പൊ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുക കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ഈ പരിപാടിയൊക്കെ ആണല്ലോ. അതൊക്കെ മാറ്റി പിള്ളേരെയൊക്കെ ഗോവയിലേക്ക് പോകണം, പൊളിയായിരിക്കും. നമ്മളുടെ ഒരു കേരളത്തിലെ കൺസെപ്റ്റ് വെച്ചിട്ട് മൊത്തത്തിൽ ഇന്ത്യയിലെ കൺസെപ്റ്റ് വെച്ചിട്ട് എന്ന് പറയേണ്ടി വരും. പോട്ടെ, 18 വയസ്സ് കഴിഞ്ഞാൽ മറ്റേ സ്വിച്ചിട്ട പോലെ പ്രായപൂർത്തിയാവും. എന്നാലും സ്വന്തമായിട്ട് അധ്വാനിക്കാനും ഒക്കെ തുടങ്ങി. ഒരു ഏകദേശം ഒരു 10-21 വയസ്സ് 25 വയസ്സിൻ്റെ ഇടയിലൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ സുഹൃത്തുക്കളുടെ ഒപ്പം എവിടെയെങ്കിലും യാത്ര പോകാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത്. അതും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ആ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ടാവുക. പെൺകുട്ടികളെ സംബന്ധിച്ച് വീണ്ടും റെസ്ട്രിക്ഷനാണ്. ആദ്യം പറയും കറങ്ങാനൊക്കെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ ഒപ്പം പോയാൽ മതി പറയും എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അച്ഛനും അമ്മയും തലേന്ന് ഒഴിയും. അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോറിനേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരു 13 വയസ്സാകുമ്പോഴത്തേക്കും തന്നെ കുട്ടികളെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആക്കി അവർക്ക് അവരായിട്ട് പതുക്കെ സമ്പാദിക്കാനും യാത്ര ചെയ്യാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും റിലേഷൻ ഉണ്ടാക്കാനും ആണെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. 18 വയസ്സ് ഒരു മാനദണ്ഡം വെക്കുന്നുണ്ടെങ്കിൽ പോലും അതും എന്താ പറയുക, ഒരു ലിമിറ്റഡ് ചെറിയൊരു കയറ് കെട്ടിയിട്ട് ആ കയറിന് ചുറ്റും മാത്രം പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇതുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജ് എന്നുള്ളൊരു സമയത്താണ് കുട്ടികളിൽ ഒരു ശാരീരിക വളർച്ചയാണെങ്കിലും ഹോർമോൺ ചേഞ്ചുകളാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, സ്വന്തം ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി ആണെങ്കിലും സ്വന്തം ഒരു വ്യക്തിത്വം ഒന്നുള്ള സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കി തുടങ്ങുന്ന, അല്ലെങ്കിൽ അവരായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇനി നിങ്ങൾ പ്രായപൂർത്തിയായി, ഇനി നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യാം, നിങ്ങൾ തനിയെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോലും കാര്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കിടന്ന് കൈകാലിട്ടിടിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അവരെന്നെ ഓരോരോ കാലഘട്ടങ്ങളിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ചും തന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ എന്താ പറയുക, പെൺകുട്ടി ആൺകുട്ടി എന്നല്ല, എല്ലാ കുട്ടികൾ നമ്മളെ ഓരോ ഏജിലും കറക്റ്റായിട്ട് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മിനിമം പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും സൊസൈറ്റീനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇതെല്ലാം കൊടുക്കേണ്ട പാരൻസാണ്. സ്വാഭാവികമായിട്ട് ഞാനടക്കമുള്ള ഈ കുറേയെങ്കിലും പാരൻസിനെ സംബന്ധിച്ച് ഈ ഒരു അങ്ങനെ ഒരു എഡ്യൂക്കേഷനൊന്നും കിട്ടി വളർന്നവരൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ബോഡീനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും സെക്ഷുവാലിറ്റീനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അങ്ങനെ പലതിനെയും കുറിച്ചും ഓരോ സമയത്ത് അവയർനെസ് കിട്ടി വളർന്നവരല്ല. പിന്നെ നമ്മളാണ് നമ്മളുടെ ചോയ്സ് ഓഫ് ലൈഫിൻ്റെ ഭാഗമായിട്ട് യാത്രയും സൗഹൃദങ്ങളൊക്കെ സെലക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നെ പല അറിവുകളും കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാരൻസിൻ്റെ ഒരു ലിമിറ്റേഷൻ കൊണ്ടാണ് നമുക്ക് ആ സാധനങ്ങൾ സാധിക്കാഞ്ഞെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്, ഒത്തിരി ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എന്തും സെർച്ച് ചെയ്ത വിരൽത്തുമ്പിൽ ആൻസർ കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ചോദ്യം ചെയ്യാൻ മെയിനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ചില ചോദ്യങ്ങൾക്കുള്ള ആൻസർ നമ്മളുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പം ഈ ആൻസേഴ്സിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് അവരോട് ഗൂഗിൾ ചെയ്യുമെന്ന് പറയുന്നതിനപ്പുറം നമ്മളും ഗൂഗിൾ ചെയ്ത് കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. പിന്നെ ഈ ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ അടുത്ത് തന്നെ പോലും മൊബൈലും ടാബും ഒക്കെ ഉള്ള അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉള്ള അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക വഴിതെറ്റിപ്പോവും. ഈ എന്താ പറയുക ടെക്നോളജി അല്ലെങ്കിൽ ഇതെല്ലാം അവരെ
വേറൊരു രീതിയിൽ മോശമായിട്ട് നയിക്കും എന്നൊക്കെ ഉള്ള ടോക്കല്ലേ. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഓരോരുത്തർക്ക് വഴിതെറ്റി പോകാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റോങ് വേയിൽ പോകാനുള്ള കാര്യങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പം അത് പോവാതെ ഗൈഡ് ചെയ്യുക, പ്രോപ്പർ ടൈമിൽ ഗൈഡ് ചെയ്യുക, പ്രോപ്പർ ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത്. ഇപ്പം സൊസൈറ്റി ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഭയങ്കര കപട സദാചാരവാദവും അങ്ങനെ എന്താ പറയുക ജനറലൈസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. അത് പാടില്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ, ഇത് പാടില്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ, അങ്ങനെ പറയാതെ എല്ലാത്തിനും നല്ല വശവും ചീത്ത വശവും ഉണ്ട്. അപ്പോൾ നമുക്കും എടുക്കേണ്ട സാധനങ്ങൾ നമ്മൾ എടുക്കുക, മറ്റേതിനെക്കുറിച്ച് അറിഞ്ഞത് മാറ്റി വെക്കാനുള്ള ബോധമുണ്ടാവുക എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. ഓക്കെ, 18 വയസ്സ് വരെ ഒരു ബേസിക് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നു എന്നൊന്നും ഓൾറെഡി നമ്മൾ പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കുറേ നാൾ മുന്നേ വരെ ഞാനടക്കമുള്ള പലരും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ, അതായത് ഓരോ ഏജിലും പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്തിരുന്ന പല ജോലികളും ഇപ്പം മെഷീനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പലതും ചെയ്യാൻ ആളുകളില്ലാതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ ജോലികൾ, ഈ പറഞ്ഞ പോലെ കൃഷിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഓരോ സാധനങ്ങൾ, അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് പോകാൻ ആവശ്യമായ വസ്തുക്കൾ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓരോന്നും ചൂസ് ചെയ്യാനുള്ള അവസരങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞാലാണല്ലോ അത് വേണോ വേണ്ടോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബിടെക്കും എഞ്ചിനീയറും ഈ പറഞ്ഞ പോലെ ഡോക്ടറും നേഴ്സും മാത്രം ആയാൽ പോരല്ലോ, അല്ലാത്ത കുറേ ജോലികളും ഈ നാട്ടിലുണ്ട്. അത് ചെയ്യാനും ആളുകൾ വേണം. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്തൊക്കെ ജോലിയാണെന്നും ആ ജോലിയിൽ നമ്മൾക്ക് എന്തൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ എന്താ പറയുക ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളതും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ശരിക്കും ഞാൻ എൻ്റെ ഒരു 20ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും നെൽച്ചെടിയും നെല്ലൊക്കെ നേരിട്ട് കാണുന്നത്. അതിനെക്കുറിച്ച് അതിന് മുന്നേ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബുക്കിലൊരു പടം കണ്ടിട്ടുണ്ടെന്നല്ലാതെ നെൽപ്പാടങ്ങൾ കാണാനുള്ള പ്രൊവിഷൻ ഇല്ല, അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ പിന്നിലുള്ള എത്രത്തോളം വർക്ക് ഉണ്ടെന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, കൃഷി മാത്രമല്ല കേട്ടോ, അങ്ങനെ ഓരോന്നും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെയും കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള അവസരങ്ങളും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കാണാതെ പഠിച്ച് അങ്ങനെ എക്സാം എഴുതി ഏറ്റവും ടോപ്പ് സ്കോർ ആവാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ഏറ്റവും ഫസ്റ്റ് എത്തുക ഈ ഒരു ലെവലിൽ മാത്രമേ കാര്യങ്ങൾ പോകുന്നുള്ളൂ. അതിനപ്പുറം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിൽ ഒരു റുട്ടീൻ പാലിക്കാൻ പറ്റുക, കാലത്ത് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ബെഡ് അടക്കി വെക്കുന്നതും അവനവൻ്റെ റൂം വൃത്തിയായി സൂക്ഷിക്കുന്നതും കുറച്ചെങ്കിലും ഭക്ഷണം അവനവന് ആവശ്യമുള്ള രീതിയിൽ പാചകം ചെയ്യാൻ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും പാത്രം ക്ലീൻ ചെയ്യാൻ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും എന്തിന് വീട്ടിൽ ചെറിയ ഒരു ബൾബ് മാറ്റിയിടാനാണെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ പ്ലംബിംഗ് ആണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല. അപ്പം മിനിമം ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ മതി. അപ്പോൾ വീട്ടിൽ എന്തൊക്കെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ പുറത്തൊരാളെ ആശ്രയിക്കുക അല്ലെങ്കിൽ അതിനായിട്ട് കുറച്ച് ആളുകളുണ്ട്, അങ്ങനെയല്ലല്ലോ. അപ്പം മിനിമം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ അക്ഷരങ്ങൾ വാക്കുകളും കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ഒട്ടും ലോകപരിചയം ഇല്ലാതെ എന്തൊക്കെയായി തീരുന്ന അവസ്ഥയെക്കാട്ടി നല്ലത്. ഇപ്പം തന്നെ നമുക്കറിയാം പലപ്പോഴും ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ലെവലിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പിഴ വരുമ്പോഴത്തേക്കും അത് വലിയ ന്യൂസ് ആവുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ ആവുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ച് അവർ അതിന് വേണ്ടി മാത്രം ഇപ്പം കുതിരേനെ പോലെ രണ്ട് സൈഡും കണ്ണൊക്കെ കെട്ടി ഒരേ ലെവലിൽ ആ ഒരു ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ മാത്രം ജീവിച്ചാൽ പറ്റില്ല. നമ്മളെന്തായാലും സമൂഹജീവിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മളുടെ ചുറ്റുപാടിൽ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി മിനിമം നോളജ് ഉണ്ടാവുക. ഓക്കെ, പെട്ടെന്നൊരു ആവശ്യം, എന്തെങ്കിലും ടൈപ്പ് ഓഫ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം വന്നു, ആരെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ആരായിരിക്കും ഇത് ചെയ്യുക അതുപോലും അറിയണ്ടേ. അങ്ങനെ പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഞാൻ നേരത്തെ ഒരു വിദ്യാഭ്യാസ കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഗുരുകുലം എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ഗുരുകുലത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് ആകുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് താമസിക്കുന്നു, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചുറ്റുപാടുകളോടും ഇടപെട്ടുകൊണ്ട് അതും പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാ ടൈപ്പ് ഓഫ് ആ ചുറ്റുപാടുകളെ കുറിച്ചും അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു, അങ്ങനെ കുറേ അറിവുകൾ നേടുന്നു. ആ ഒരു പോസിബിലിറ്റി ആ ഒരു സമയത്തുണ്ട്. അതിൽ പ്ലസ് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ പോലും നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റുട്ടീൻ അങ്ങനത്തെ. അപ്പോഴും ഈ നമ്മൾ പഠിക്കുന്ന വിഷയത്തിനപ്പുറം ഒരു വിഷയങ്ങൾ നമുക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനത്തെ ഒരു അറിവ് അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇവരെ പുറത്തേക്ക് വിട്ടിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടത് കണ്ടെത്തൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് കണ്ടെത്താൻ പറ്റില്ല.